ആന്റണിയുടെ കാര്യം പറയുകയുണ്ടായല്ലോ. അങ്ങ് മുൻ സംസ്ഥാന ഈ പറയുന്ന KPC അധ്യക്ഷന്മാരുടെ പട്ടികയിൽ അങ്ങ് ഉൾപ്പെടുത്തിയപ്പോൾ മുതിർന്ന നേതാവ് ആന്റണിയുടെ പേരുമൊക്കെ പറയുകയുണ്ടായി. ആന്റണി അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവോടെയും ഒരു നിർണായക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ റിക്രൂട്ട്മെൻറ്റ് താവളമായി മാറുന്ന അവസ്ഥയുണ്ടായി. ആന്റണി അതിനെ എത്ര തള്ളിപ്പറഞ്ഞാലും KV തോമസ് പറയുകയുണ്ടായല്ലോ, ആന്റണി അറിയാതെ അത്തരം കാര്യങ്ങൾ നടക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ആത്മകഥയുടെ തുടർച്ചയിൽ. അപ്പോൾ അതാണ് ലാൽ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ബീന റാഞ്ചി അവിടെ BJPയുടെ സ്ഥാനാർത്ഥിയാകാതെ പോകണമെങ്കിൽ അരുമയായി കാത്തു സൂക്ഷിക്കേണ്ട ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റായി VD സതീശൻ നിൽക്കേണ്ടി വരുന്ന ഗതികേട്. അങ്ങയുടെ മറുപടി? വേണു, തന്നെത്താൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്ന മുഴുവൻ കാലഘട്ടത്തിലും കോൺഗ്രസിലെ മുഴുവൻ സ്ഥാനമാനങ്ങളും പാർട്ടി സ്ഥാനമാനങ്ങളും ജനപ്രാതിനിധ്യ എല്ലാവിധ അംഗീകാരങ്ങളും മന്ത്രിയും MLAയും MPയും കേന്ദ്രമന്ത്രിയും ഒക്കെ ആയിരുന്ന KV തോമസ് അതൊന്നും പറ്റാതിരിക്കുന്ന കാലഘട്ടത്തിൽ വല്ലാത്ത അവഗണന നേരിട്ടു എന്നും പറഞ്ഞ് പിണറായി വിജയന്റെ പുട്ടും കടലയും കഴിക്കാൻ പോയിട്ട് ആന്റണിയെ കുറ്റം പറയുന്നതിൽ ഞങ്ങൾ അതിന് വലിയ വില വയ്ക്കുന്നില്ല. അത് അദ്ദേഹം പറയുന്ന സാഹിത്യം, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അടുപ്പക്കാരത് കൈയടിച്ച് പാസ്സാക്കട്ടെ. ഞാൻ പറയുന്ന അൻവർ ഇല്ലെങ്കിലും UDF ജയിക്കും, അൻവർ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിട്ട് ജയിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ എത്ര വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അൻവർ ജയിക്കുന്നത്? 3000-ൽ താഴെ വോട്ടിനാണ്. കഴിഞ്ഞ ലാസ്റ്റ് നടന്ന ലോക്സഭാ ബൈ ഇലക്ഷൻ 60,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രിയങ്ക ഗാന്ധിക്ക് നിലമ്പൂർ മണ്ഡലത്തിലുള്ളത്. അപ്പോൾ UDF ജയിക്കാൻ പോകുന്ന ഒരു മുന്നണിയാണ്. ഈ ജയിക്കാൻ പോകുന്ന മുന്നണിയുടെ ഒപ്പം നിന്ന് പിണറായിസത്തിന് അന്ത്യം കുറിച്ച് ആഭ്യന്തര വകുപ്പിലെ RSSനെ തൂത്തെറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിന് അൻവർ ഒപ്പം നിൽക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കോൺഗ്രസിന്റെ വോട്ടല്ല അൻവർ പിടിച്ചത്. കോൺഗ്രസിന്റെ വോട്ടാണ് പിടിക്കുന്നതെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം 3000-ൽ താഴെ വോട്ടിന് മാത്രം ജയിച്ചാൽ മതിയായിരുന്നോ? പോരല്ലോ. ഇവിടെ സ്ഥാനാർത്ഥിയെ നിർത്തിയത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പര്യടനവും പ്രചരണവും തുടങ്ങി. LDF ആദ്യം കോൺഗ്രസിന്റെ വോട്ടിനെ കുറിച്ച് പോകുന്ന വഴി അന്വേഷിക്കാതെ LDF സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ നോക്ക്. ഇവിടെ ഞങ്ങൾക്ക് എതിര് നിൽക്കുന്നത് ഈ അൻവറിന്റെ പ്രസ്താവനകൾ കാണുമ്പോൾ എതിര് നിൽക്കുന്ന VD സതീശനല്ല, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുമാണ്, UDF പ്രവർത്തകരുമാണ്. VD സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിന് പ്രത്യേക എതിർപ്പില്ല, നേതാവിന്റെ അല്ലെങ്കിൽ KC വേണുഗോപാലിന് എതിർപ്പില്ല. അതൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടതാണല്ലോ. ഇവിടെ നിങ്ങൾ മുരളീധരന്റെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ലാൽ ഇവിടെ ചോദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിലമ്പൂരിൽ നിങ്ങൾക്ക് ശക്തമായി ഉന്നയിക്കാൻ കഴിയുമായിരുന്ന നിങ്ങൾക്ക് ശക്തമായി ഉന്നയിക്കാൻ കഴിയുമായിരുന്ന ഒരു വാദഗതിയുടെ മുനയൊടിഞ്ഞു വീണിരിക്കുകയാണ്. അവിടെ BJP സ്ഥാനാർത്ഥിയെ നിർത്തുന്നില്ല, BDJS പിൻവാങ്ങുന്നു, അതൊക്കെ CPMന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ്. അതിൻ്റെ മുനയാണിപ്പോൾ ലാൽ ഒടിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾ പോകുന്നത് തടയാനുള്ള രക്ഷാപ്രവർത്തനത്തിലാണ് സതീശനെന്ന്. ഇപ്പോൾ PK അബ്ദുൾ റബ്ബും ഈ പറയുന്ന മാങ്കൂട്ടത്തിലും VT ബൽറാമും ഒക്കെ ട്രോളുന്നുണ്ടല്ലോ ഈ CPMനെ പറ്റി. OLX അതുപോലെ തന്നെ തിരച്ചിൽ നടത്തുന്നു എന്നൊക്കെ. തിരച്ചിൽ നടത്തുന്നത് പോലെ തന്നെ രക്ഷാപ്രവർത്തനം നടത്തേണ്ട അവസ്ഥ ഇപ്പുറത്തും എന്നാണ് ലാല് പറയുന്നത്. വേഗം അതിനുള്ള മറുപടി. അല്ല വേണു, ഞങ്ങൾക്കൊരു രക്ഷാപ്രവർത്തനവും നടത്തേണ്ട കാര്യമില്ല. അതിന്റെ അർത്ഥം എന്താ വേണു? അതിന്റെ അർത്ഥം എന്താ? 11 വർഷമായിട്ട് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥി ഇല്ലെന്നല്ലേ? 9 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന പാർട്ടിക്ക് സ്വന്തമായിട്ട് ഒരു സ്ഥാനാർത്ഥി ഇല്ലെന്നല്ലേ? കോൺഗ്രസിന് ആരെങ്കിലും ഞായറാഴ്ച പള്ളിയിൽ പോകണ്ടോ, വെള്ളിയാഴ്ച കാണാതാകുന്നവരെ പിടിച്ച് സ്ഥാനാർത്ഥിയാണ് മറുപടി പറയേണ്ടത്. ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല, ഞങ്ങൾ കൊണ്ടുപോയി. അല്ല, ഞങ്ങൾ കൊടുക്കുന്ന ആളെയാണോ ഇവിടെ NDA മത്സരിപ്പിക്കുന്നത്? വേണു, ഞങ്ങൾ കൊടുക്കുന്ന ആളാണോ BJP മത്സരിപ്പിക്കുന്നത്? ഞങ്ങൾ കൊടുക്കുന്ന ആളാണോ CPM മത്സരിപ്പിക്കുന്നത്? നാണമാവില്ല ഇത് പറയാനായിട്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആളില്ല, അപ്പൊ ഞങ്ങൾ തരുന്ന ആളെയാണോ നിങ്ങൾ മത്സരിപ്പിക്കുന്നത്? ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ എപ്പോൾ വേണമെന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥി എപ്പോൾ പ്രഖ്യാപിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ് ജിൻഡോ. അതിനുള്ള അവകാശം ഞങ്ങളിതാ. നിങ്ങളിപ്പോ നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് ശ്രീകുമാർ അങ്ങേലേക്ക് എനിക്ക് വീണ്ടും വരാൻ കഴിയില്ല, ക്ഷമിക്കണം. ഇല്ല, ജിൻഡോ സനോജ് ലാല് സമയം കഴിഞ്ഞു. ഇനി അവസാന നിമിഷത്തിൽ ബഹളത്തിന്റെ ആവശ്യമില്ല, സമയം കഴിഞ്ഞു. ശരി, വളരെയധികം നന്ദി. ശരി സനോജ്.